ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ഫിലിം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അത് വേറെ ഒന്നുമല്ല, മോഹൻലാലിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തുടരും എന്നുള്ള ഫിലിമാണ്. അപ്പോൾ എല്ലാവരും നല്ല റിവ്യൂ ആണ് പറയണത്. പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിത് ലെഫ്റ്റിൽ ഇറങ്ങിയിട്ട് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോവാണ്. അപ്പോൾ ഷാജി ചേട്ടൻ വണ്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഷാജി ചേട്ടൻ വണ്ടി കൊണ്ട് വന്നു. ഇനിത് അപ്പോൾ ഞങ്ങൾ കയറി പോവാണ്. അപ്പോൾ കുട്ടികളൊന്നും വന്നില്ല. അവർക്ക് ഇതൊന്നും കണ്ടിരിക്കാനുള്ള അത്രയ്ക്ക് ക്ഷമയൊന്നുമില്ല. സാധാരണ ഞങ്ങൾ തന്നെയാണ് പോവാറ്. ആകെ എമ്പുരാൻ കാണാൻ പോയപ്പോൾ മാത്രമാണ് അവരും കൂടി വന്നത്. അപ്പം ഇതിന് അവർ വന്നൊന്നുമില്ല. അവർ വീട്ടിലിരുന്ന് കളിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ ഒപ്പം. അപ്പോൾ ഇതാണ് അമനോറ മോൾ. ഇവിടെയാണ് ഞങ്ങൾ ഫിലിം കാണാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഈ മോളിലൊക്കെ എന്താ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ആ ഒരു ഫിലിം കാണുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട് കുറച്ചധികം ദൂരം നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ മോളിൽ കൂടെ എസ്കലേറ്ററിൽ കുറേ കയറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ജസ്റ്റ് അവിടുത്തെ ആ ഒരു വ്യൂ ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ എടുത്തതാണ് കേട്ടോ. എനിക്ക് ഈ നടന്നിങ്ങനെ പോവാന്ന് പറയണതാണ് ഒരു ക്ഷമയില്ലാത്തൊരു കാര്യം. അപ്പോൾ ഞങ്ങൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് എടുത്ത ഫോട്ടോ സെഷനൊക്കെയാണ് കേട്ടത്. ഞങ്ങൾ അത്യാവശ്യം എത്തിയപ്പോൾ തന്നെ ആ തുടക്കം എടുക്കാനായിട്ട് സാധിച്ചില്ല. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ ജസ്റ്റ് മൂവി തുടങ്ങിയിട്ടുള്ള ആ പാട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ട്രാഫിക്കായിരുന്നു, ഭയങ്കര ട്രാഫിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലേറ്റായി മൊത്തത്തിൽ. എന്തായാലും ഫിലിം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എമ്പുരാൻ കണ്ട ആ ഒരു ഫീലൊന്നുമല്ല. എമ്പുരാനിൽ ഇൻ്റർവെൽ വരെ ഭയങ്കര ബോറിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അതിന് ശേഷമാണ് പിന്നെയും ഒന്നിരുന്ന് കാണാനായിട്ട് തോന്നിയത്. പക്ഷേ അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തുടരും എന്നുള്ളത് മോഹൻലാലിൻ്റെ നല്ല അടിപൊളി ഫിലിമാണ്. എല്ലാവരും പോയി കണ്ടോളൂ, മസ്റ്റ് വാച്ച് എന്നേ ഞാൻ പറയുള്ളൂ. അത്രയ്ക്കും നല്ല ഫിലിമായിരുന്നു. മോഹൻലാലിന് തന്നെയാണ് കേട്ടോ കൂടുതലും റോൾ അതിൽ കൊടുത്തിരിക്കുന്നത്. മോഹൻലാലിന് തന്നെയാണ് കൂടുതലും എടുത്ത് കാണിച്ചിട്ടുള്ളത്. ശോഭനയ്ക്കും മക്കൾക്കൊക്കെ അത്യാവശ്യം കുറച്ച് റോളേ ഉള്ളൂ. എന്നിരുന്നാലും ഭയങ്കര നല്ല പടമായിരുന്നു കേട്ടോ. എല്ലാവർക്കും, എനിക്കും അമ്മയ്ക്കും ഷാജേണ്ണനും ചേച്ചിക്കും ചേച്ചിയുടെ മോൾക്കും എല്ലാവർക്കും മൊത്തത്തിൽ നല്ല അഭിപ്രായം തന്നെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഉറപ്പായിട്ടും പോയി കാണാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ്. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആ വ്യൂ ഒക്കെ ഒരു നല്ല ഭംഗിയുള്ളതായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ്. ശരിക്കും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഞങ്ങൾക്ക് പോയാൽ മതി. പക്ഷേ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞങ്ങളിങ്ങനെ വന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ ഷാജി ചേട്ടൻ പിന്നെ വണ്ടി എടുക്കാൻ പോയിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയത്. അപ്പോൾ അങ്ങനെ ചേച്ചിയുടെ പതിവ് പോലെ വന്ന് ചേച്ചിയുടേതായിട്ടുള്ള ആക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് അങ്ങനെ കാണിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല എപ്പോഴും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവരും പോയി ഫിലിം കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.